ഹായ് എവരി വൺ. റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണർ എന്ന ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണെന്ത് സെറ്റിൽമെന്റ് ഓഫ് ടോട്ടൽ എമൗണ്ട് ഡ്യൂ ടു റിട്ടയറിംഗ് പാർട്ട്ണർ. ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ അദ്ദേഹത്തിന് എമൗണ്ട് കൊടുക്കാനുണ്ടാവും. ആ എമൗണ്ട് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ബൈ പ്രിപ്പയറിംഗ് ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിൻ്റെ ബാലൻസിങ് ഫിഗർ ആണ് നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള എമൗണ്ട്. ഈ എമൗണ്ട് ഫേം എങ്ങനെയാണ് കൊടുക്കുന്നത് അതാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഈ ടു ടൈപ്സ് അല്ലെങ്കിൽ ടു മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഒന്ന്, നമ്മൾ ഫുൾ എമൗണ്ട് വൺ ടൈം ആയിട്ട് സെറ്റിൽ ചെയ്യുന്നു, ലംസം ആയിട്ട് സെറ്റിൽ ചെയ്യുന്നു, ഒരുമിച്ച് ആ എമൗണ്ട് മൊത്തം നമ്മൾ കൊടുത്തു വിടുന്നു. ഇതാണ് ഒരു മെത്തേഡ്. അവിടെ നമുക്ക് ഒരു ജേണൽ എൻട്രി മാത്രം പാസ് ചെയ്താൽ മതി. രണ്ടാമത്തത്, നമ്മൾ ഈ എമൗണ്ട് ഒറ്റയടിക്ക് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഇല്ല എങ്കിൽ, നോർമലി ഫേമിൻ്റെ കയ്യിൽ അത്രയും ബാങ്ക് ബാലൻസ് ഇല്ല, അത്രയും ക്യാഷ് ബാലൻസ് ഇല്ല എങ്കിൽ ഇത് ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് കൊടുത്തു തീർക്കാം. ഒരു 3 ഇയർ കൊണ്ടോ അല്ലെങ്കിൽ 5 ഇയർ കൊണ്ടോ നമുക്ക് ഈ എമൗണ്ട് കൊടുത്താൽ മതി. വിത്ത് ഇൻട്രസ്റ്റ്, പലിശ കൂടി കൊടുക്കണം. പാർട്ട്ണറിൻ്റെ ലോൺ ആണെങ്കിൽ അവിടെ നമ്മൾ മിനിമം 6% പലിശ കൊടുക്കണം, നമ്മൾ പഠിച്ചിട്ടുണ്ട് പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം. സോ രണ്ടാമത്തെ രീതിയിൽ നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് കൊടുക്കുന്ന സമയത്ത് റിട്ടയറിംഗ് പാർട്ട്ണറിൻ്റെ ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ആ ലോൺ അക്കൗണ്ടിലൂടെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് രണ്ട് രീതി ചോദ്യം വരാറുണ്ട്. സെറ്റിൽമെൻറ്റ് ഓഫ് ടോട്ടൽ എമൗണ്ട് ഡ്യൂ ടു റിട്ടയറിംഗ് പാർട്ട്ണർ, അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ചോദിക്കാറുണ്ട്. അവിടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ചോദിക്കുമ്പോൾ ലംസം പേയ്മെൻറ്റ്, വൺ ടൈം പേയ്മെൻറ്റ് ആണെങ്കിൽ നമ്മൾ ഒരു എൻട്രി മാത്രം എഴുതിയാൽ മതി. എന്നാൽ ഇൻസ്റ്റാൾമെൻറ്റുകളാണെങ്കിൽ നമ്മൾ അവിടെ ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള എല്ലാ എൻട്രികളും എഴുതണം. ആ എൻട്രി നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. കാരണം ഒന്ന്, ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ആ എൻട്രീസ് ആവശ്യമാണ്. ലെഡ്ജർ പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് എൻട്രി ആവശ്യമാണ്. ലെഡ്ജർ പ്രിപ്പറേഷൻ ചോദിക്കാറുണ്ട്. ദെൻ ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ചോദിക്കുന്ന സമയത്ത് ആ ലോൺ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ എൻട്രികൾ നമ്മൾ എഴുതണം. സോ രണ്ട് രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ വന്നാലും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ഏതൊക്കെയാണ് ആ ജേണൽ എൻട്രീസ് നമുക്ക് കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. സോ ദർ ആർ 2 മെത്തേഡ്സ് ഫോർ സെറ്റിൽമെൻറ്റ് ഓഫ് റിട്ടയറിംഗ് പാർട്ട്ണർ. 2 മെത്തേഡ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. മൂന്നാമതായിട്ട് ഒരു ഹൈബ്രിഡ് മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാം. അതായത് കുറച്ച് എമൗണ്ട് കൊടുക്കുന്നു, ബാക്കി എമൗണ്ട് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കുന്നു. ഈ രണ്ട് ട്രീറ്റ്മെൻറ്റിൻ്റെയും ഒരു മിക്സറും നമുക്ക് ഫോളോ ചെയ്യാം. ഒന്നാമത്തെ മെത്തേഡിൽ പറയുന്നത് ലംസം പേയ്മെൻ്റ് ആണ്. ലംസം പേയ്മെൻറ്റ് ഒരുമിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫുൾ എമൗണ്ടും കൊടുക്കുന്നു. ഇപ്പോൾ 1 lakh rupees ആണ് നമ്മൾ കൊടുക്കാനുള്ളതെങ്കിൽ ആ 1 lakh നമ്മൾ വൺ ടൈം ആയിട്ട് സെറ്റിൽ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ജേണൽ എൻട്രി വരെ എന്താണ്, റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്, റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ഓർ ബാങ്ക് എന്നാണ്. ടു ക്യാഷ് ഓർ ബാങ്ക്. നമ്മൾ എമൗണ്ട് വൺ ടൈം ആയിട്ട് സെറ്റിൽ ചെയ്യുന്നു. ഇപ്പോൾ കൊടുക്കാനുള്ള ടോട്ടൽ എമൗണ്ട് നമ്മൾ ജേണലിലേക്ക് കയറുന്നു, ക്ലോസ് ചെയ്യുന്നു. വൺ ടൈം ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് സെറ്റിൽ ചെയ്ത് പോകുന്നു. ഇതാണ് എൻട്രി. ആ ഒറ്റ എൻട്രി നമ്മൾ പാസ് ചെയ്താൽ മതി. ഓക്കെ, സോ രണ്ടാമത്തെ മെത്തേഡ് ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് നമ്മൾ കൊടുക്കുന്ന സമയത്ത്, അതായത് നമ്മളതിൽ അത്രയും ഫണ്ട് ഇല്ല എങ്കിൽ നമ്മൾ ആ ലോൺ അക്കൗണ്ടിൻ്റെ എല്ലാ എൻട്രീസും പാസ് ചെയ്യണം. ഏതൊക്കെയാണ് എൻട്രി നോക്കാം നമുക്ക്. സോ രണ്ടാമത്തെ മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. സെക്കൻഡ് മെത്തേഡ്, ദാറ്റ് ഈസ് പേയ്മെൻറ്റ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സ്. ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ എൻട്രി നമ്പർ 1 എന്താണ് വരിക, ട്രാൻസ്ഫർ ഓഫ് എമൗണ്ട് ഡ്യൂ ടു ലോൺ അക്കൗണ്ട് ആണ്. എമൗണ്ട് ഡ്യൂ, എത്രയാണോ എമൗണ്ട് ഡ്യൂ ആയത് അത് ലോൺ അക്കൗണ്ടിലേക്ക് നമ്മൾ ആദ്യം മാറ്റണം. റിട്ടയർഡ് പാർട്ട്ണർ ലോൺ അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റണം. സോ ദ എൻട്രി വിൽ ബി റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്, റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട്. ഓക്കെ, നമ്മൾ ആ എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തു, ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇത് രണ്ടാമത്തെ മെത്തേഡാണ്. ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ 1 ഇയർ, ഒരു 1 ഇയർ കഴിയുന്ന സമയത്ത് ആ എമൗണ്ടിന് ഇൻട്രസ്റ്റ് ഡ്യൂ ആവും. സോ നമ്മൾ ആ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രി പാസ് ചെയ്യണം. ഫോർ ഇൻട്രസ്റ്റ് ഡ്യൂ ദ എൻട്രി വിൽ ബി, ഇൻട്രസ്റ്റ് നമുക്കൊരു എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റിനെ ഡെബിറ്റ് ചെയ്യുക. നമ്മളെ സംബന്ധിച്ച്, ഫേമിനെ സംബന്ധിച്ച് ഒരു എക്സ്പെൻസ് ആണ്. അപ്പോൾ നമ്മൾ അത് എപ്പോഴും ഡെബിറ്റ് ചെയ്യുക. സോ ദ എൻട്രി വിൽ ബി ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് ഡെബിറ്റ്. ഇൻട്രസ്റ്റ് ഡെബിറ്റ് ചെയ്തു ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട്. ലോൺ എമൗണ്ട് കൂടും അല്ലേ, ഇൻട്രസ്റ്റും കൂടെ അവിടെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ആ ലോൺ എമൗണ്ട് വർദ്ധിക്കുകയാണ് ചെയ്യുക. ലോൺ ഒരു ലയബിലിറ്റിയാണ് നമ്മളെ സംബന്ധിച്ച്. ലയബിലിറ്റി കൂടുമ്പോൾ നമ്മൾ ലയബിലിറ്റി ക്രെഡിറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ രണ്ടാമത്തെ എൻട്രി ഇൻട്രസ്റ്റ് ഓൺ റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് ഡെബിറ്റ് ടു
റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് എന്ന് കൊടുക്കുക, രണ്ടാമത്തെ എൻട്രി. മൂന്നാമത്തെ എൻട്രി നമ്മൾ ഈ ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്ന എൻട്രിയാണ്. നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് പാർട്ട്ണറിന് കൊടുക്കുന്നു. അതായത് പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും കൂട്ടിയിട്ടുള്ള ഒരു എമൗണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ആ ഇയർ എൻഡിങ് കൊടുക്കുക. അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുന്ന എൻട്രി ദാറ്റ് വിൽ ബി റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് ഡെബിറ്റ്. ലോൺ അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യുക. ലോൺ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ഓർ ബാങ്ക്. ഇതാണ് നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുമ്പോഴുള്ള എൻട്രി. നമ്മൾ ആ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുന്നു വിത്ത് പ്രിൻസിപ്പൽ എമൗണ്ട് ആൻഡ് ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പം നമ്മൾ ആ എമൗണ്ട് കൊടുക്കുമ്പോൾ എൻട്രിയാണ് റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് ഓർ ബാങ്ക്. അവിടെ നിങ്ങൾ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് മാത്രം എഴുതുക. ദെൻ നാലാമത്തെ എൻട്രി, ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ നമ്മൾ ഡെബിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു എക്സ്പെൻസ് ആണ്. ആ എക്സ്പെൻസ് നമ്മൾ ഇയർ എൻഡ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റണം. ഒരു എക്സ്പെൻസിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുമ്പം നമ്മൾ എന്താ എൻട്രി വരിക, എക്സ്പെൻസ് നമ്മളിവിടെ ഡെബിറ്റ് ആണ് ചെയ്തത്, ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ നമ്മളിവിടെ ഡെബിറ്റ് ആണ് ചെയ്തത്. അപ്പം നമ്മളതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നത്. ഇപ്പോൾ ഇവിടെ എൻട്രിയിൽ ഡെബിറ്റ് ആണ് ചെയ്തത്, അപ്പോൾ നമ്മളതിനെ ക്ലോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യാതെ. എൻട്രി വിൽ ബി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട്. ഓക്കെ, സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, ടു ഇൻട്രസ്റ്റ് ഓൺ റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, ആ ഒരു ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ക്ലോസ് ചെയ്യപ്പെടും. സോ ഇത്രയും എൻട്രീസ് ആണ് നമ്മൾ എഴുതേണ്ടത് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ചോദിച്ചാൽ. എന്നാൽ ലോൺ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷനകത്ത് നമ്മൾ ഈ നാലാമത്തെ എൻട്രി എഴുതേണ്ട ആവശ്യമില്ല, നാലാമത്തെ എൻട്രി പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ലോൺ അക്കൗണ്ട് ചോദിക്കുമ്പോൾ ഒന്നാമത്തെ എൻട്രി ആയിട്ട് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ലോൺ അക്കൗണ്ടിലേക്ക് എമൗണ്ട് മാറ്റുന്നു. ടോട്ടൽ എമൗണ്ട് ഡ്യൂ നമ്മൾ ലോൺ അക്കൗണ്ടിലേക്ക് മാറ്റുന്ന എൻട്രി വേണം. ലോൺ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ഭാഗത്ത് കാണിക്കാം. ഈ എൻട്രി നമ്മൾ ഒരു തവണ മാറ്റിയാൽ മതി. രണ്ടാമത്തത് ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നു. ബൈ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ക്രെഡിറ്റ് ഭാഗത്ത് ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നത് കാണിക്കണം. സെക്കൻഡ് എൻട്രി. തേർഡ് എൻട്രി ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നു. ചെയ്യുമ്പോൾ എന്താ വരിക, ലോൺ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ഭാഗത്ത് ടു ക്യാഷ് ഓർ ബാങ്ക് എന്ന് വരും. സോ ഈ 2ഉം 3ഉം എൻട്രികൾ നമ്മൾ എല്ലാ വർഷവും നമ്മൾ റിപ്പീറ്റ് ചെയ്യും. ആ ലോൺ എമൗണ്ട് സെറ്റിൽ ചെയ്യുന്നത് വരെയുള്ള വർഷങ്ങൾ എന്ത് ചെയ്യും, അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇതാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഫോർ സെറ്റിൽമെൻറ്റ് ഓഫ് എമൗണ്ട് ഡ്യൂ ടു റിട്ടയറിംഗ് പാർട്ട്ണർ. ഓക്കെ, ഈ എൻട്രീസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക.